ഏതെങ്കിലും ഒരു രാത്രി ആകാശത്തിലെ താരങ്ങളിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ ആദിയും അന്തവുമില്ലാതെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ എന്ന് തോന്നിയിട്ടില്ലേ? ഈ ഭൂമിക്ക് വെളിയിൽ മറ്റെവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നൊരു അന്തവും കുന്തവും ഇല്ലാതെ ചിന്തിച്ചിട്ടില്ലേ? ബഹിരാകാശത്തിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അന്വേഷണമായിരുന്നു അത്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് ആയിരക്കണക്കിന് മറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കുള്ള വഴിയും തുറക്കും. ഇനി ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരുപക്ഷെ ഇന്ത്യക്ക് കഴിഞ്ഞാലോ? ചിലപ്പോൾ കഴിഞ്ഞേക്കും. ജപ്പാനോടൊപ്പം അത്തരമൊരു ദൗത്യത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയും ജപ്പാനും ഇപ്പോൾ ഔദ്യോഗികമായി 30 മീറ്റർ ടെലിസ്കോപ്പ് TMT എന്നൊരു പദ്ധതിയിൽ കൈകോർക്കുകയാണ്. 30 മീറ്റർ വ്യാസമുള്ള ഒരു പ്രാഥമിക മിറർ ഉള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു ടെലിസ്കോപ്പാണ് TMT. ഒരു പ്രൈമറി മിറർ എന്നാണ് അതിനെ പറയുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദൂരദർശിനികളെക്കാളും ആഴത്തിൽ ബഹിരാകാശത്തേക്ക് എത്തി നോക്കാൻ ഈ ടെലിസ്കോപ്പിന് കഴിയും. 100 കണക്കിന് ചെറിയ ക്രമീകരിച്ച കണ്ണാടികൾ ചേർത്തുണ്ടാക്കിയ TMTയുടെ ഈ വലിയ കണ്ണാടി ദൂരെയുള്ള താരാപഥങ്ങൾ, തമോഗർത്തങ്ങൾ, മറ്റു നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങൾ എന്നിവ നിരീക്ഷിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞരെ സഹായിക്കും. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്നറിയാനായി ആ വിദൂര ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലെ രാസപരമായിട്ടുള്ള അടയാളങ്ങൾ ഈ ടെലിസ്കോപ്പ് പഠിക്കും അല്ലെങ്കിൽ തിരയും. സങ്കീർണമായ ഈ കണ്ണാടി സംവിധാനം ശരിയായി ക്രമീകരിക്കുന്നതിന് നിർണായകമായ ഓപ്റ്റോ മെക്കാനിക്കൽ സാങ്കേതിക വിദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരുമാണ് സംഭാവന ചെയ്യുന്നത്. ഇതൊരു വെല്ലുവിളിയേറിയതും അതീവ കൃത്യത ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു ജോലിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ്, ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസസ് പോലുള്ള പ്രധാന സ്ഥാപനങ്ങളിലൂടെ ഇന്ത്യ ഈ പദ്ധതിയുടെ സ്ഥാപക പങ്കാളിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ശാസ്ത്ര പദ്ധതി മാത്രമല്ല, പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ആഗോള ദൗത്യത്തിന്റെ ഭാഗമാകാനുള്ള അവസരം കൂടിയാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യൻ അത്ഭുതപ്പെട്ടിരുന്ന പ്രപഞ്ച രഹസ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ TMT സഹായിച്ചേക്കാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. TMT നിർമ്മിക്കുന്നതിനായി ഇന്ത്യ ജപ്പാനോടും US-ലെ 2 യൂണിവേഴ്സിറ്റികളോടും കൈകോർക്കുമ്പോൾ ഭൂമിക്ക് പുറത്ത് ജീവൻ കണ്ടെത്തുന്നതിലേക്ക് നമ്മൾ ഒരു പടി കൂടി അടുക്കുകയാണ്. വിജയിച്ചാൽ ഈ സഹകരണം ഇന്ത്യൻ ശാസ്ത്ര മേഖലയ്ക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഒരു ചരിത്രപരമായ നാഴികക്കല്ലായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.